ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാം കിഴിക്കാത്തുണ്ട്. കിഴിയിലേക്ക് പോവാം. അതുകൊണ്ട് തന്നെ ഇന്ന് മത്സരമില്ല കേട്ടോ, ഇന്ന് കൂടുതലാണ് കിഴി. മത്സരമൊക്കെ ഉണ്ട്. വെറുതെ പരാജയപ്പെടണം. ടൈൽ ഹെഡ് ഫസ്റ്റ് വൺ മത്സരമല്ലാന്നേ, ഒരുപാട് കിഴി ഉണ്ടാകുമ്പോഴല്ലേ മത്സരിക്കേണ്ടത്. അത് ശരി. ഫസ്റ്റ് വൺ മദ്രാസ് കാരൻ, തമിഴ് സിനിമയാണ്. നമ്മുടെ ഷൈനികം നായകനാവുന്ന സിനിമയാണ്. ഷൈനികത്തിൻ്റെ ആദ്യത്തെ തമിഴ് സിനിമ. സിനിമയുടെ ഒഫീഷ്യൽ ടീസർ വരുന്നുണ്ട് ജൂലൈ 24 7 മണിക്ക്. അടുത്തത് ഓക്കെ അഡിയോസ് അമീഗോ ആഹാ, സിനിമയുടെ ട്രെയിലർ 22-ാം തീയതി ജൂലൈ 22-ന് 6 മണിക്ക്. സിനിമ റിലീസിനെത്തുന്നത് ഓഗസ്റ്റ് 2-ാം തീയതിയാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ആസിഫ് അലിയും സുരാജ് വെഞ്ഞാറമൂടാണ് പ്രധാന കഥാപാത്രങ്ങളാവുന്നത്. ഓക്കെ, അടുത്ത കിഴി തങ്കലാൻ. തങ്കലാൻ സിനിമയുടെ റിലീസ് ഡേറ്റ് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 2 ദിവസം മുമ്പാട്ടോ അത് അനൗൺസ് ചെയ്തിട്ട്. തെറ്റിയായിരുന്നോ? 2 ദിവസം മുന്നാണ് ഇത് അനൗൺസ് ചെയ്തിരുന്നത്. അത് ചെയ്യാൻ 2 ദിവസം കീഴ് എപ്പിസോഡ് ഇല്ലായിരുന്നു, അതുകൊണ്ട് വൈകിപ്പോയി. സോറി. ഇതാണ് ചങ്ക് ഉണ്ടായാൽ പിന്നെ നമുക്ക് ഒരു പേടിയില്ല. എത്ര തെറ്റിയാലും നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും, എങ്ങനെയെങ്കിലും ഒക്കെ കൊണ്ടെത്തിക്കും അല്ലേ. അടുത്തത് എസ് ജെ സൂര്യ. 2 സിനിമകളുടെ അപ്ഡേഷനാണ് വന്നിട്ടുള്ളത്. ഒന്ന് വീരധീര ശൂരൻ, സിനിമയുടെ ക്യാരക്ടർ ലുക്ക് വന്നിട്ടുണ്ട്. മറ്റൊന്ന് രായൻ, ക്യാരക്ടർ പോസ്റ്റർ വന്നിട്ടുണ്ട്. ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് വന്നതാണ് 2. ഓക്കെ, അതെ. എന്തായാലും വീരധീര സൂര്യൻ്റെ ക്യാരക്ടർ പോസ്റ്റർ, അതിൽ ഒരു പ്രത്യേക തരം പോലീസുകാരൻ അല്ലേ, ലുക്ക് ഉണ്ടാവും, വെറൈറ്റിയാണ്. പിന്നെ രായനിൽ അത് കണ്ടതായിരുന്നു, ഒരു രക്ഷയില്ലാത്ത. അതെ, ശരിപ്പോത് ശനിവാരം. ഞാൻ വിചാരിച്ചു ഇതൊക്കെ പറയുന്ന കിഴിയൊക്കെ അങ്ങോട്ട് ഇറങ്ങി. ഞാൻ വിചാരിച്ചു ഇനി കഴിഞ്ഞു എന്ന് കരുതിയിട്ടാണോ അത്. ശരിപ്പോത് ശനിവാരം സിനിമയുടെ ടീസർ വരാൻ പോകുന്നു 29-ാം തീയതി ജൂലൈ 29. ഓക്കെ, അതായത് ഇന്നലെ ഒരു നോട്ട് എ ടീസർ എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. രസമുണ്ട് കേട്ടോ സാധനം. അടുത്തത് ഇതും 2 ദിവസം മുന്നേ വന്നതാണ്. വിടാമുയർച്ചിയുടെ ഒരു പോസ്റ്റർ, അതായത് തൃശ്ശയും അജിത് കുമാറും ഒരുമിച്ച് വെക്കുന്നത്. അതായത് അജിത്തിന്റെ എങ്ങർ ലുക്കാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്ലാഷ് ബാക്ക് ആയിരിക്കും ഉറപ്പായിരുന്നു. അതിന് 2 ഉണ്ടോ? ഓക്കെ, എന്തായാലും ഉറപ്പല്ലേ, സ്ഥിരം പരിപാടി അതാണല്ലോ അല്ലേ. ഓക്കെ, അടുത്ത കിഴി കൂലി. ലോകേഷ് കനകരാജ് ഒരുക്കുന്ന നമ്മുടെ രജനികാന്ത് മൂവി. സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമയിൽ നമ്മുടെ മലയാളത്തിൽ നിന്ന് സൗബിൻ സാഹിർ ഒരു പ്രധാന വേഷത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടത്. ഇതും 2 ദിവസമായിട്ട് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇതായിരിക്കാൻ ചാൻസ് ഉണ്ട് തോന്നുന്നു. പറയാൻ പറ്റില്ല കേട്ടോ. പക്ഷെ ഫഫ ചെയ്യുന്ന റേഞ്ചിലുള്ള ഒരു ക്യാരക്ടർ കൊണ്ടുപോയിട്ട് റേഞ്ചിൽ മാറ്റം കൊടുക്കും. റേഞ്ച് കുറക്കൂലേ? റേഞ്ച് കുറച്ചാ പോരെ. അടുത്തത് നിവിൻ പോളി, ഹബീബി ട്രിപ്പ്. രക്ഷയല്ല കേട്ടോ, നമ്മുടെ ചെറുകനെ നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഹാപ്പി എന്ന് പറഞ്ഞിട്ടല്ലോ, സന്തോഷമായി. അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇത് തോന്നിട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില സ്ഥലത്ത് നമുക്ക് ഒരു തോന്നലുണ്ടെങ്കിലും അതിലേക്ക് വരുന്നല്ലേ ഉള്ളൂ. മാറ്റം ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഗംഭീരമായിട്ടുള്ള തിരിച്ചുവരവ് തന്നെ കേട്ടോ. അതെ, സത്യം. അതായത് ചില ഫോട്ടോസിലൊക്കെ നമുക്ക് മെലിഞ്ഞോ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും പക്ഷെ സിനിമയിൽ വരുമ്പോൾ തോന്നാറില്ല, പഴയ പോലെ തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ ശരിക്കും കണ്ടു വേറെ ലെവൽ ലുക്ക്. ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സംഭവം. അതായത് നമ്മുടെ ചാമിങ് നിവിൻ പോളിയെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഈ ഒരു ലുക്കിലേക്ക് വരുമ്പോൾ തന്നെ പഴയ എനർജി ഒക്കെ വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. മറ്റുള്ള ഒരു ബുദ്ധിമുട്ടില്ല, ആയാസം ഇല്ലാതെ തന്നെ സിമ്പിൾ ആയിട്ടെല്ലാം ചെയ്തു പോണ ആ ഒരു ക്യാരക്ടർ. അതായത് ബോഡി കൊണ്ട് ഇതുകൊണ്ട് പറ്റുന്നില്ല എന്ന് തോന്നുന്ന ഒരവസ്ഥ അല്ലേ, അത് പോയി. അതെ, എന്തായാലും ഇനി വരാൻ പോകുന്ന സിനിമകളൊക്കെ ഗംഭീരാവും, സൂപ്പറാവട്ടെ. വീണ്ടും നമ്മുടെ അതായത് നിവിൻ പോളിയുടെ ആ ഒരു ഇതുണ്ടല്ലോ, ഈ യങ്സ്റ്റേഴ്സിന്റെ കൂട്ടത്തിൽ സജീവമായി അല്ലേ വീണ്ടും. നമ്മുടെ മനസ്സിൽ അങ്ങനെ കേട്ടോ. ഇനിയും ഒരുപാട് സിനിമകൾ നിവിൻ പോളിനെ നമുക്ക് കാണാൻ പറ്റുമല്ലോ എന്നുള്ളൊരു സംഭവം, സന്തോഷം. അതെ, അടുത്തത് സിത്താരെ സമീൻ പർ. അമീർ ഖാൻ ഒരുക്കുന്ന സിനിമയാണ്. അതായത് താരെ സമീൻ പറിന്റെ അയ്യോ മറന്നു പോയിട്ടത്. എന്തായാലും ഇതിന്റെ 2ാം ഭാഗമാണ്. സിനിമയുടെ റിലീസ് ഡേറ്റ് ഡിസംബർ 20 ഓക്കെ. എല്ലാം ഡിസംബറിൽ തന്നെയാണല്ലോ ആശാന്റെ വരാറുള്ളത്, പിന്നെ അങ്ങനെ തന്നെ കൂട്ടിയാൽ മതി. അടുത്തത് ഏതൊക്കെയായിരുന്നു? താരെ സമീൻ പർ, PK, 3 Idiots, എല്ലാം ഡിസംബർ മാസം റിലീസ് എത്തിയ സിനിമ.
അടുത്തത് ഒരു സങ്കടകരമായ ഒരു ന്യൂസാണ്. ARM അജയന്റെ രണ്ടാം മോഷണം സിനിമയുടെ റിലീസൊക്കെ തടഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക തട്ടിപ്പാണ് കാരണം എന്നാണ്, പ്രൊഡ്യൂസേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രശ്നമാണ് എന്നാണ് കേൾക്കുന്നത് കേട്ടോ. അതായത് മഞ്ഞുമൽ ബോയ്സിന്റെ അതേ പ്രശ്നം തന്നെയാണ്, അതേ ഇഷ്യൂ തന്നെയാണെന്നാണ് പുറത്തു വരുന്ന കാര്യങ്ങൾ കേട്ടോ. ആരോ പോയിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് ഇതിലെ ഒരാള് അല്ലേ. ഇതിന് മുൻപ് സംഭവിച്ചത് മഞ്ഞുമൽ ബോയ്സ് റിലീസിന് ശേഷം സംഭവിച്ചത്, ഇത് റിലീസിന് മുൻപേ പോയി കേസ് കൊടുത്തു എന്നുള്ളതാണ്. ഇത് ഭയങ്കര ഒരു അടിയായി പോട്ടോ. ഭയങ്കരമായിട്ടുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് അജയന്റെ രണ്ടാം മോഷണം. അതും ടോവിനോന്റെ ഒരു ഗംഭീര എഫേർട്ട് എടുത്തിട്ടുള്ള ഒരു സിനിമയും കൂടിയാണ്. അപ്പം അത് കാത്തിരിക്കുകയായിരുന്നു. അപ്പം എന്തായാലും സെപ്റ്റംബറിലായിരുന്നു റിലീസ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താവും അറിഞ്ഞൂടാ. OTT തിയേറ്റർ റിലീസും ഒക്കെ റദ്ദാക്കിയായിരുന്നു. കാത്തിരിക്കാം. ഓക്കെ, അടുത്ത കഴിയും പോന്നോട്ടെ. വിഷമിപ്പിക്കുന്ന കാര്യമൊക്കെ എന്തിനാ അങ്ങനെ എടുക്കുന്നത്? എനിക്ക് ഭയങ്കര ഫീലായിപ്പോയി. ഓണം റിലീസായിട്ട് എത്തും അത്ര വെയിറ്റിംഗ് ആയിരുന്നു. അതെ, അടുത്തത് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം. ഓക്കെ, സിനിമയുടെ 3rd സിംഗിൾ വരാൻ പോകുന്നു. തൃശ്ശയുമായിട്ടുള്ള ഒരു ഡാൻസ് നമ്പറൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സിംഗിളായിരിക്കും എന്നുള്ളതാണ് അറിഞ്ഞത്. ഓഗസ്റ്റ് 1st വീക്കിൽ ഇത് വരും. പിന്നെ ഓഗസ്റ്റ് 3rd വീക്ക് ഓഡിയോ ലോഞ്ച് ഉണ്ടാവും എന്നുള്ളതാണ് അറിയാൻ. ലോഞ്ച് ഉണ്ട്. ഓഗസ്റ്റിൽ ട്രെയിലർ വരും, ടീസർ വരും, പൊളിക്കും. അടുത്തത് അമരൻ സിനിമയുടെ ഇന്റർനാഷണൽ തിയേറ്ററിക്കൽ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ്സ്. ഓക്കെ, എന്തായാലും ഒരുപാട് പ്രതീക്ഷയുള്ള മറ്റൊരു സിനിമ കേട്ടോ അത്, അമരൻ. യെസ്. അടുത്തത് അറിയാലോ, 31-ാം തീയതി, അതെ, ഒക്ടോബർ 31. അടുത്തത് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. നമ്മുടെ അനശ്വര രാജനാണ് ഇതിൽ പ്രധാന കഥാപാത്രമാവുന്നത്. സിനിമ സംവിധാനം ചെയ്യുന്നത് ദീപു കരുണാകരൻ, ക്രേസി ഗോപാലൻ, ഫയർമാൻ, തേജാബായ് ആൻഡ് ഫാമിലി, അങ്ങനെ ഒരുപാട് സിനിമകളുണ്ടല്ലേ. യെസ്. അടുത്തത് തെരുവിൻ മണിച്ചിത്രത്താഴ് സിനിമയുടെ ടീസർ ഇന്ന് 6:30 പുറത്തുവിടും. അതായത് 4K അറ്റ്മോസിൽ 17-ാം തീയതിയാണ് കേട്ടോ. ഓഗസ്റ്റ് 17-നാണ് സിനിമ റിലീസ് എത്തുന്നത്. ഓക്കെ, അടുത്തത് ഗൗതം മേനോൻ മമ്മൂക്ക മൂവി, ഡിറ്റക്റ്റീവ് ആവുന്ന സിനിമ മമ്മൂട്ടി. എന്തായാലും സിനിമയുടെ ഫസ്റ്റ് ലുക്ക്, ടൈറ്റിൽ ലുക്ക്, ഇത് രണ്ടും റെഡി ആയിട്ടുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞത്. ഉടനടി പുറത്തു വരും. റെഡി ആയിട്ടിരുന്നോളി, ഉടനടി എത്തും. അടുത്തത് എത്ര കിഴിയല്ലേ, കിഴിയെടുത്ത് കൈയൊടിയും. ഓക്കെ, L360 സിനിമയുടെ ബഡ്ജറ്റ് പുറത്തു വന്നിരിക്കുന്നത് 10 കോടി ആണെന്നാണ് കേട്ടോ. 10 കോടിയേ ഉള്ളോ? 10 കോടി മതി. ചെറിയ ബഡ്ജറ്റിൽ വളരെ മനോഹരമായ സിനിമ, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അടുത്തത് തലവൻ 2. ജിസ് ജോയ് സംവിധാനം ചെയ്ത് നമ്മുടെ ബിജു മേനോനും ആസിഫ് അലിയും ഒരുമിച്ച സിനിമയാണ്. വമ്പൻ ഹിറ്റായിരുന്നു. സിനിമയുടെ 2ാം ഭാഗം അനൗൺസ് ചെയ്തിട്ടുണ്ട് ഒഫീഷ്യലായിട്ട്. ഇന്നലെ അതിൻ്റെ 65-ാമത്തെ ദിവസമായിരുന്നു ഇത് തലവൻ്റെ. അപ്പോൾ അതിൻ്റെ സക്സസ് സെലിബ്രേഷൻ സമയത്താണ് ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് നടന്നത്. ഒഫീഷ്യലി കൺഫേം ആയിട്ടുണ്ട്. അപ്പം തലവൻ 2. അപ്പം എന്തായാലും കിഴി എപ്പിസോഡോടെ തീർന്നിരിക്കുകയാണ്. വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ.